ഷാഹി ഇഫക്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. സമരത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയേക്കുന്നത് ഞങ്ങളുടെ അവകാശങ്ങൾ പിടിച്ചു വെച്ചേക്കാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1000-ത്തിനടുത്ത് ബെഡുകളുള്ള ഒരു ഹോസ്പിറ്റലാണ്. ചാരിറ്റിയുടെ പേര് പറഞ്ഞാൽ അത് 2 ഹോസ്പിറ്റലായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഒന്ന് ഐഡ ഹോസ്പിറ്റലും അതല്ലാണ്ട് മെഡിക്കൽ സെക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഈ ഇനത്തിൽ തന്നെ നല്ല ലാഭമാണ് നമ്മുടെ ഹോസ്പിറ്റലിന് കിട്ടുന്നത്. അതായത് ഒരു ദിവസം തന്നെ ലക്ഷങ്ങൾ ലാഭം കിട്ടുന്ന ഒരു ഹോസ്പിറ്റലില് നമുക്ക് നഴ്സുമാർ ചോദിക്കുമ്പോൾ മാത്രം 1 രൂപ കൂട്ടിത്തരാനോ അതല്ലാണ്ട് ഒരു ആനുകൂല്യങ്ങളും അലവൻസുകളും ബോണസുകളും എല്ലാം നമ്മുടെ കട്ട് ചെയ്ത് കളഞ്ഞേക്കാണ്. നമ്മളും ഇത് ദൈനംദിന ജീവിതത്തിൽ നമുക്ക് പല ആവശ്യങ്ങളും ഉണ്ട്. നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, മാന്യമായിട്ട് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കണം. ജോലി ചെയ്തു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് ഇറങ്ങി പോകാൻ പോലും ചിലപ്പോൾ നമുക്ക് പറ്റാറില്ല. കാരണം എന്താ വെച്ചാൽ ഓവർ ടൈം മിക്കവാറും നമുക്ക് ഹാൻഡ് ഓവറിങ് ടൈം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരുന്നു, വർക്ക് ലോഡ് എക്സ്ട്രാ വരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് പോകേണ്ട സമയത്ത് 1 മണിക്കൂർ വരെ എക്സ്ട്രാ നിന്നിട്ടൊക്കെ ചിലപ്പോൾ പോകുന്ന ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു ഓവർ ടൈം അലവൻസ് നമുക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെ നൈറ്റ് ഷിഫ്റ്റുകൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് നൈറ്റ് ചെയ്യാവുന്ന ഒരു സമ്പ്രദായം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വന്നതായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ഒരുമിച്ച് 7 നൈറ്റ്. ഇപ്പൊ നമുക്കറിയാം പുറം രാജ്യങ്ങളിലൊക്കെ നമുക്ക് 3 ദിവസം നൈറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് റെസ്റ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് റെസ്റ്റ് ഇല്ല, ഓഫ് ഇല്ല, ലീവ് ഇല്ല, അലവൻസുകളില്ല. നമ്മളിങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാണ്. എന്തുമാത്രം നമ്മൾ സഫർ ചെയ്യുന്നു അത് എക്സ്ട്രാ പേഷ്യൻസ് വന്നാൽ പോലും നമുക്ക് എക്സ്ട്രാ സ്റ്റാഫിന് ഇട്ട് തരുന്നില്ല. നമ്മൾ ആ അനുപാതം നേഴ്സ് റേഷ്യോ, അതായത് പേഷ്യന്റ് നേഴ്സ് റേഷ്യോ ഒരു സ്ഥലത്ത് തന്നെ കറക്റ്റ് ആയിട്ട് പാലിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ മാനുഷികമായ കാര്യമാണ് ചോദിക്കുന്നത്. അടിസ്ഥാന ശമ്പളം 40,000 എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു നിലയ്ക്ക് അത് തരാൻ ഒരു ബുദ്ധിമുട്ടില്ല. പ്രത്യേകിച്ച് ഇത്രയും വലിയ ഒരു ഹോസ്പിറ്റലില്, അതും NABH അക്രഡിറ്റേഷൻ ഉള്ള ഒരു ഹോസ്പിറ്റല് ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ നഴ്സുമാരുടെ കൂടെ നിൽക്കേണ്ട മാനേജ്മെന്റ് തന്നെയാണ് നമുക്കെതിരെ നിൽക്കുന്നത്. ഇന്ന് 250-ൽ താഴെ ബെഡുകളുള്ള ഹോസ്പിറ്റലുകൾ തൃശ്ശൂർ ജില്ലയിൽ നിങ്ങൾ കേട്ടതാണ്. അവരെല്ലാം കരാർ ഒപ്പുവെച്ചു നമുക്കത് തരാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇത്രയും ലാഭം കൊള്ളുന്ന ചാരിറ്റിയുടെ പേരിൽ നടത്തുന്ന ഹോസ്പിറ്റലുകൾ നമുക്ക് തരാണ്ടാവുമ്പോൾ അച്ഛന്മാരുടെയും കന്യാസ്ത്രീകളുടെയും പ്രസംഗത്തിൽ കൂടെ മാത്രം ഇത് അവസാനിക്കുന്നു. അവര് നമ്മുടെ ആവശ്യങ്ങളെ കേൾക്കാൻ തുനിയുന്നില്ല. ഞങ്ങളും മനുഷ്യരാണ്, ഞങ്ങൾക്ക് മനസ്സുണ്ട്, ഹൃദയമുണ്ട്. ഞങ്ങൾ വളരെ ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരാ. പക്ഷെ ഞങ്ങളെ കഷ്ടപ്പെടുത്താണ് ഈ വെയിലത്തിട്ട്. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. അവർക്ക് മാന്യമായ രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഞങ്ങളുടെ അവകാശങ്ങള് തരേണ്ടതാണ്. അത് തരുന്നത് വരെ ഞങ്ങൾ സമരം ചെയ്യും. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിന് UNA എന്ന പ്രസ്ഥാനം എപ്പോഴും കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസമുണ്ട്. ഞങ്ങൾ UNA പറയുന്നത് വരെ, അതായത് നമുക്ക് അവകാശം എപ്പോ കിട്ടണോ, ഏത് നിമിഷം കിട്ടണവരോ, നമ്മളിവിടെ മരിച്ചു വീണാൽ പോലും നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കും. അന്ത്യം വരെ നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടാകും എന്നാണ് ഞാൻ പറയുന്നത്. ഇന്ന് അനുദിനം എല്ലാ വിലകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കണമെങ്കിൽ മിനിമം വേതനം 40,000 രൂപയാക്കുക എന്ന ഞങ്ങളുടെ അവകാശം നിസ്സാരമായിട്ട് മാനേജ്മെന്റുകൾ കാണരുത്. കാരണം ഞങ്ങൾക്കും ഒരു കുടുംബമുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ പ്രായമായ മാതാപിതാക്കളും കുഞ്ഞുങ്ങളുമുണ്ട്. അവരെ സംരക്ഷിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ രാവും പകലും കഷ്ടപ്പെടുന്നത്. ഞങ്ങളുടെ ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ വരെ വിട്ടിട്ട് ഞങ്ങൾ ഈ രാത്രിയും പകലും ഡ്യൂട്ടി ചെയ്തിട്ട് മാന്യമായ ഒരു സാലറി ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ ചോദിക്കുമ്പോൾ അത് തരില്ല എന്ന് പറയുന്നത് മാനേജ്മെന്റുകൾ ഞങ്ങളോട് കാണിക്കുന്ന തികച്ചും അന്യായമായിട്ട് മാത്രമേ ഞങ്ങൾക്ക് കരുതാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞങ്ങൾ എത്ര മണിക്കൂർ ജോലി ചെയ്താലും ഓവർ ടൈം ചോദിച്ചു കഴിഞ്ഞാൽ മാനേജ്മെന്റ് പറയുന്നത് ഓവർ ടൈം അലവൻസ് അനുവദിക്കാൻ ഇവര് തയ്യാറാവുന്നില്ല ഇതുവരെ. അതുപോലെ തന്നെ അലവൻസ് ബോണസോ ചോദിക്കുമ്പോൾ പറയുന്നത് ചാരിറ്റിയാണെന്ന്. ചാരിറ്റിയുടെ പേര് പറഞ്ഞ് ഞങ്ങൾക്ക് തരേണ്ട പല അവകാശങ്ങളും ഞങ്ങളുടെ മാനേജ്മെന്റ് നിഷേധിക്കുകയാണ്. ഇതൊന്നും തികച്ചും ഞങ്ങൾക്ക് അനുവദിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇത്രയും നാളും നമുക്ക് അത് പ്രതിഷേധിക്കാനായിട്ട് പറ്റിയില്ല. പക്ഷെ ഇന്ന് നമ്മുടെ ഒപ്പം UNA എന്നുള്ള ഒരു സംഘടനയുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താനും
ഞങ്ങളുടെ നേരെ വരുന്ന എല്ലാ അഴിമതികൾക്കും നേരെ ശബ്ദമുയർത്തിക്കൊണ്ട് ഞങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾക്ക് തന്നേ തീരൂ എന്നൊരു ഉറച്ച തീരുമാനവുമായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ കേരള മക നഴ്സുമാര് സമരത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. പാചകവാതക വില കൂടിക്കൊണ്ടിരിക്കുന്നു, ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്താൽ പോലും കിട്ടാനില്ല, സ്വർണത്തിന് വില കൂടിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് സ്വർണ്ണം വാങ്ങിക്കാനുള്ള പൈസയല്ല ഞങ്ങൾ ചോദിച്ചത്, ഞങ്ങളുടെ കുടുംബത്തിന്റെ പട്ടിണി മാറ്റാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മാന്യമായിട്ട് പഠിപ്പിക്കാനുമുള്ള പണമാണ് ഞങ്ങൾ ചോദിച്ചത്. ഞങ്ങൾ ഇനി സമരം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ആരും സപ്പോർട്ടിനില്ല. ഈവൻ ഞങ്ങളുടെ ഡോക്ടേഴ്സ് പോലും ഞങ്ങളെ പലരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞങ്ങൾ സമരത്തിന് ഇറങ്ങുന്നതിന് പലരും എതിരാണ്. അവരെല്ലാം ഒന്നും ആലോചിക്കണം. ഞങ്ങൾക്കും ഒരു കുടുംബമില്ലേ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും പ്രായമായ മാതാപിതാക്കളുടെയും കാര്യം നോക്കണ്ടേ. അപ്പോൾ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ പൊരിവെയിലത്ത് ഇത്രയും പേര് ഇവരെ ഒന്നിച്ചു കൂടിയിട്ടുണ്ടെങ്കിൽ അത് നിസ്സാരമായിട്ട് പൊതുജനങ്ങൾ കാണരുത് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് അപേക്ഷ. അപ്പൊ ഞങ്ങളുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തീർത്തും ഈ സമരം. ഈ അവകാശങ്ങൾ ലഭിക്കുന്നത് വരെ ഞങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുകയില്ല. എന്ത് തീരുമാനിച്ചാലും ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഏത് പ്രതിസന്ധികളെ അതിജീവിച്ച് അവസാനം വരെ ഇവിടെ നിന്ന് സമരം ചെയ്യുവാൻ ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ചിട്ട് തന്നെയാണ് ഇന്നു മുതൽ ഇവിടെ LF ഈ സമരം ആരംഭിച്ചിരിക്കുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.